വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതിന് ആൻസർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ 107/2025 ക്വസ്റ്റ്യൻ എ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാക് ഫടാനന്ദനാണ് കേട്ടോ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാക് ഫടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരെയാ? ജോസഫ് മുണ്ടശ്ശേരിയുടെയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടിയാണ്. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ജി ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? CP രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിമോചന സമരം നടന്നത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏതു ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ്. രാഷ്ട്രപതി എന്ന് അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്കാണ്. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഏകീകൃത സിവിൽ കോഡാണ്. താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഉൾപ്പെടാത്തത്. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. ശരിയാണ്. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടികളോ ബാലകനോ അതതു സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. ശരിയാണ്. പൊതു സ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് ആക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ശരിയാണ്. പരിസ്ഥിതി സംരക്ഷിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഇത് മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നതല്ല. ബാക്കി 3 മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഓക്കെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെയാണ്. ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത് ഏതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായ ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെ ആയിരുന്നു? ഇത് PSC ഡിലീറ്റ് ചെയ്ത ഓപ്ഷനാണ് കേട്ടോ. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ്. ഈ പ്രസ്താവന ആരുടേതായിരുന്നു? മഹാത്മാഗാന്ധിയുടെയാണ്.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ PC മഹലനോബിസ്. അട്ടർലി ബട്ടർലി ഡിലീഷ്യസ് എന്ന പരസ്യം ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ഇത് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് KN രാജ് ആണ് കേട്ടോ, KN രാജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അട്ടർലി ബട്ടർലി ഡിലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടിയും പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് അമൂലുമായിട്ടാണ് കേട്ടോ, അമൂല്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് ഥാർ മരുഭൂമി, വടക്ക് പടിഞ്ഞാറ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ദ്വീപ് സമൂഹം ഏതാണ്? ലക്ഷദ്വീപാണ് കേട്ടോ, ലക്ഷദ്വീപ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്, പരുത്തി കൃഷിക്ക് ഏത് മണ്ണാണ്? കറുത്ത മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. സിംഹവാലൻ കുരങ്ങളിൽ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത് പുനലൂര്. നെക്സ്റ്റ് 41ാമത്തെ ചോദ്യം, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏതാണ്? ഡയഫ്രമാണ്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിനുകൾ ഏതെല്ലാം? ജീവകം Bയും Cയുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് ടൈഫോയിഡ്. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന്, സോഡിയം എല്ലുകളുടെ രൂപീകരണം തെറ്റാണ്, കാൽസ്യം ശരീരത്തിനാവശ്യമായ ജലം നിലനിർത്തുന്നത് തെറ്റാണ്. ഇത് സോഡിയമാണ് ശരീരത്തിനാവശ്യമായ ജലം നിലനിർത്തുന്നതും എല്ലുകളുടെ രൂപീകരണത്തിന് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് 1, 2 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മലമ്പനി രോഗം പരത്തുന്നത് അനോഫിലസ് കൊതുകുകൾ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോണ് ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി. കൊഴുപ്പടിഞ്ഞ ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം.
കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് ഡാഷ് കിലോഗ്രാമിൽ കവിയും? 12,000. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യനുകളാണ്. തൽക്കാലം അത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസേഴ്സും മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് വുമൺസ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിൽ വരുന്നതായതുകൊണ്ട് ഡ്രൈവിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യനുകളാണ് ബാക്കി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജനറൽ പാർട്ടിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇതുപോലുള്ള പുതിയ PSCയുടെ പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും വേണമെന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.